സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കരുണയുടെ തിരുനാളിൻ്റെ ദിവസങ്ങളിലൂടെ പോവുകയാണ്. ഇന്ന് തിരുസഭ പറയുന്ന 5-ാമത്തെ ദിവസത്തിൻ്റെ നിയോഗം നമ്മളെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ആ വചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രാർത്ഥന ഐക്യം എപ്പോഴും നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുക. അതിനാൽ നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സമൂഹ ബന്ധങ്ങളൊക്കെ ഐക്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. അങ്ങയുടെ കരുണയുടെ തിരുനാള് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ ഓർക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി, ഈശോ ആഗ്രഹിച്ചതുപോലെ, ത്രിത്വം ആഗ്രഹിക്കുന്നത് പോലെ ത്രിത്വത്തിൻ്റെ സ്വഭാവത്തിൽ ഒന്നായിരിക്കുവാൻ വേണ്ടി വിള്ളലുകളും പ്രയാസങ്ങളൊക്കെ മാറ്റി, അനൈക്യങ്ങളൊക്കെ നീക്കി ഒന്നായിരിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.